ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ 111 ദിനാഘോഷം നടന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന്റെ 111 ദിനാഘോഷം ഇന്നലെ കൊച്ചിയിൽ നടന്നു. ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ സിനിമ ഒരുക്കാൻ പ്രചോദനമായ കുടുംബവും പങ്കെടുത്തപ്പോൾ വിജയമധുരം ഇരട്ടിയായി. ജേക്കബ്, രഞ്ജി പണിക്കർ, സായ് കുമാർ, വിനീത് ശ്രീനിവാസന്റെ അമ്മ വിമല എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. തുടർന്ന് ചിത്രത്തിലെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്റർ ഉടമകൾക്കും ഉപഹാരം നൽകുകയുണ്ടായി. ജേക്കബിന്റെ പ്രിയപുത്രൻ ജെറിയുടെ റോൾ താൻ ചോദിച്ചു വാങ്ങിയതാണെന്നും നിവിൻ പോളി വിജയാഘോഷ വേളയിൽ പങ്കുവച്ചു. നീ പറയാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി, അതിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഷാനിക്ക വഴിയും നോബിൾ വഴിയും മഞ്ജു വഴിയും അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ വേഷം കിട്ടിയത്. ഒപ്പം തന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചിത്രത്തിലെ ചില സീനുകളെക്കുറിച്ചും താരം ഓർമ്മിച്ചു. തിയേറ്ററുകളുടെ നിലവാരം മെച്ചപ്പെടുത്തിയത് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിച്ചു എന്ന് ചിത്രത്തിന്റെ സംവിധായകൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. 2011 തൊട്ട് കേരളത്തിലുള്ള ഒരുപാട് തിയേറ്റേഴ്സ് റെനോവേഷൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബെറ്റർ പാർക്കിംഗ് ഫെസിലിറ്റി, മെച്ചപ്പെട്ട സീറ്റുകൾ, മെച്ചപ്പെട്ട പ്രൊജക്ഷൻ, മെച്ചപ്പെട്ട സൗണ്ട്, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നത്. ഈ നിലവാരം എന്നും നിലനിർത്താൻ എല്ലാ തിയേറ്ററുകളും ശ്രമിക്കണമെന്നും എന്നാൽ മാത്രമേ 100% ക്വാളിറ്റിയിൽ പടം ചെയ്യാൻ എല്ലാ സിനിമാക്കാർക്കും പ്രചോദനമുണ്ടാകൂ എന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. വിനീത് ശ്രീനിവാസന്റെ പുതിയ നിർമ്മാണ സംരംഭമായ ആനന്ദം എന്ന ചിത്രത്തിലെ സംവിധായകൻ ഗണേഷ് രാജ് തന്റെ ചിത്രത്തിലെ താരങ്ങളെ കൂടി ചടങ്ങിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. യഥാർത്ഥ ജേക്കബിന്റെയും സിനിമയിലെ ജേക്കബിന്റെയും ജന്മദിനാഘോഷം നടത്തിക്കൊണ്ടാണ് വിജയാഘോഷം അവസാനിച്ചത്. നിവിൻ പോളിയും വിനീത് ശ്രീനിവാസനും കുടുംബത്തോടൊപ്പമാണ് വിജയാഘോഷ രാവിൽ എത്തിയത്. കുഞ്ചാക്കോ ബോബൻ, അജു വർഗീസ്, രഞ്ജി പണിക്കർ, സായ് കുമാർ, ഷാൻ റഹ്മാൻ, അശ്വിൻ, ബിന്ദു പണിക്കർ, ദിനേശ് നായർ, സംവിധായകൻ മിഥുൻ മാനുവൽ, ഗായകൻ സച്ചിൻ വാര്യർ, ഐമ, സംവിധായകൻ ലാൽ ജോസ്, ചിത്രത്തിലെ നായിക റീബ, എഡിറ്റർ രഞ്ജൻ എബ്രഹാം, വിനോദ് ഷൊർണൂർ, ശ്രീനാഥ് ബാസി, നിർമ്മാതാവ് നോബിൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സെൻസേഷൻ.